തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി വളരെ നാടകീയമായ ഒരുപാട് രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 35 സീറ്റിലാണ് BJP നിലവിലുള്ളത്. അത് 51 സീറ്റാക്കും എന്നുള്ള ഒരു ബഹളത്തിൽ അവർ ശ്രീലേഖ IPSനെയും ഷൈനി പത്മിനി തോമസിനെയും പിന്നെ രാജേഷിനെ പോലെയുള്ളവർ, കരമന അജിത്തിനെ പോലെയുള്ള, അല്ലെങ്കിൽ പിന്നെ തമ്പാനൂർ സതീഷിനെ പോലെ കോൺഗ്രസിൽ നിന്ന് വന്നവർ, പിന്നെ മഹേശ്വരൻ നായരെ പോലെയുള്ള പൂജപ്പുരയിലെ ജിഹുവായിട്ടുള്ള മഹേശ്വരൻ നായർ, അങ്ങനെ ഒത്തിരി ആളുകളെ നിർത്തിയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. പക്ഷെ അങ്ങനെയൊക്കെ നിർത്തിയെങ്കിലും BJP ഒരു 40 സീറ്റിനകത്ത് തീരാൻ സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 60 സീറ്റ് അപ്പുറത്ത് വരും. ആ 60 സീറ്റ് 30-30 32-28 അല്ലെങ്കിൽ 29-31 ഒക്കെ രീതിയിൽ കോൺഗ്രസും പിന്നെ CPM പിടിച്ചാൽ, കാരണം കോൺഗ്രസ് എന്തായാലും കുറേ നില മെച്ചപ്പെടുത്തും, തർക്കമില്ല, കുറേ നില മെച്ചപ്പെടുത്തും. അതേസമയം CPMന് പല പ്രശ്നങ്ങൾ, ആന്റി ഇൻകംബൻസ് ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളും കിടപ്പുണ്ട്. ആര്യ രാജേന്ദ്രൻ ഒരു വശത്ത് അവരെ കുറിച്ച് നല്ല അഭിപ്രായം വന്നപ്പോഴും കുറേ ബാഡ് ഇംപ്രഷൻസ് ഇപ്പൊ അവസാനത്തെ വോട്ട് വേണ്ട മുട്ടടയിലെ വോട്ടർ സ്ഥാനാർത്ഥിയുടെ വോട്ടുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ അവരുടെ പേരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടി കോർപ്പറേഷനിൽ ഒരു തിരിച്ചടി വന്നാൽ, പ്രത്യേകിച്ച് ശബരിമല വിഷയം, ഇതെല്ലാം കൂടി ജനങ്ങൾ കയറി തിരിച്ചു പിടിച്ചാൽ തീർച്ചയായിട്ടും CPMന് 10-30 സീറ്റ്, 30-35 സീറ്റ് വന്നാൽ അപ്പൊ തൂക്ക് മന്ത്രിസഭയായിരിക്കും, സഭയായിരിക്കും വരിക. അങ്ങനെ വന്നാൽ BJPക്കെതിരെ മറ്റ് രണ്ട് കൂട്ടരും കൂടി ഒന്നിച്ചുകൊണ്ട് BJP ഒറ്റക്കക്ഷിയായി വന്നാൽ പോലും ഭരിക്കാൻ കഴിയില്ലാത്തൊരവസ്ഥ വരുമോ? അതോ ഒറ്റക്കക്ഷി ഭരിക്കാൻ വേണ്ടി മറ്റ് രണ്ടുപേരും പരസ്പരം മാറി നിന്ന് കൊടുക്കുമോ? അവർ ബന്ധപ്പെടാതെ മാറി നിന്ന് കൊടുക്കുമോ? അതോ അതിലേതെങ്കിലും കൂടുതൽ കിട്ടുന്ന ഭൂരിപക്ഷം കിട്ടുന്ന, പക്ഷേ ഇപ്പൊ കോൺഗ്രസിനാണ് 32 കിട്ടി, മറ്റവർക്ക് 28 ആണെങ്കിൽ, അല്ലെങ്കിൽ CPMന് 32 കിട്ടി, മറ്റവർക്ക് 28 കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ 33-27 ഒക്കെ ആണെങ്കിൽ CPM വീണ്ടും അധികാരത്തിൽ വരുമോ? ഇതൊരു വളരെ രസകരമായ ഒരു ചോദ്യമാണ്. ഇതിനിടയിൽ വേറെ ഒരുപാട് തർക്കങ്ങളും വഴക്കുകളും. മഞ്ജൂർ ബാബുവിന്റെ അവിടെ സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ പോയ ആളെയോ പത്രപ്രവർത്തകരെയൊക്കെ തല്ലി എന്ന് പറയുന്നു. ഒരുപാട് കൗതുകമുള്ള വാർത്ത. വിമതന്മാർ, 3 വിമതന്മാർ തിരുവനന്തപുരത്ത് നിൽക്കുന്നു. ഉള്ളൂരിൽ വിമതനുണ്ട്, ചെമ്പഴന്തിൽ വിമതനുണ്ട്, നമ്മുടെ പിന്നെ എന്താണ് വയലിക്കട എന്ന് പറയുന്ന സ്ഥലത്ത് വിമതനുണ്ട്. അങ്ങനെ 3-4 സ്ഥലങ്ങളിൽ വിമതന്മാരുണ്ട് CPMന്. പിന്നെ BJPയിലാണെങ്കിൽ RSSന്റെ ഒരാളിന്റെ ആത്മഹത്യ നടന്നു. അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു അധികാരത്തിന്റെ വെട്ടിപ്പിടിക്കുന്നതിന്റെ വലിയ ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ നേമത്ത് പിന്നെ യൂത്ത് കോൺഗ്രസിന് മറ്റോ ജില്ലാ സെക്രട്ടറിയോ ജില്ലാ പ്രസിഡന്റോ ഷജീർ എന്ന് പറയുന്ന ഒരാളിന് സീറ്റ് കൊടുത്ത്, മുരളീധരന്റെ നോമിനിയായി സീറ്റ് കൊടുത്തപ്പോൾ അതിനെതിരെ അവിടുത്തെ ഒരാൾ, പിന്നെ നമ്മുടെ മണക്കാട് സുരേഷ് എന്ന് പറയുന്ന DCCയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അവിടുത്തെ കോർ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു. ചിറയൻകീഴ് സ്ഥാനാർത്ഥിത്വ നിർണ്ണയവുമായി ബന്ധപ്പെടുത്തി രമണി P നായർ എന്ന് പറയുന്ന വളരെ സീനിയർ ആയിട്ടുള്ള വനിതാ നേതാവ്, കോൺഗ്രസിന്റെ വളരെ സീനിയർ ആയിട്ടുള്ള വനിതാ നേതാവ് ചിറയൻകീഴിന്റെ കോർ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു. അങ്ങനെ വളരെ രസകരമായി ഇതിനിടയിൽ തിരുവനന്തപുരം DCC പ്രസിഡന്റ് ശക്തൻ, ഇപ്പൊ ശക്തൻ രാജിവെച്ചു എന്ന് രാജിക്കത്ത് കൊടുത്തു എന്ന് പറഞ്ഞൊരു കരക്കമ്പി എല്ലാ ചാനലുകളിലും വന്നു. പിന്നെ അത് കള്ളമാണെന്ന് ശക്തൻ പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ നാടകങ്ങൾ വളരെ മനോഹരവും രസകരവുമായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. തിരുവനന്തപുരം വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അതിനിടയിൽ വൈഷ്ണ എന്ന് പറയുന്ന മുട്ടടയിൽ മത്സരിക്കുന്ന വൈഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടി 24 വയസ്സാണ്. അവർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചു. പരമ്പരാഗതമായി CPM ജയിക്കുന്ന മണ്ഡലമാണത്, വാർഡാണ്. അവിടെ തൊട്ടടുത്ത വാർഡിലെ ഉള്ള ഒരു അംശു മാമദേവൻ എന്ന് പറയുന്ന തൊട്ടപ്പുറത്തെ കേശവസൻ വാർഡിലെ കൗൺസിലറാണ് ഇവിടെ മത്സരിക്കുന്നത്. BJPക്ക് വേണ്ടി BDJSലെ ഒരു വ്യക്തിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മത്സരം വന്നപ്പോഴാണ് ഈ വൈഷ്ണയ്ക്ക് വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബ വീട്ടിൽ നിന്ന് മാറി താമസിച്ചതുകൊണ്ട് കുടുംബ വീട്ടിൽ ഇപ്പോൾ വേറെ ആളുകൾ താമസിക്കുന്നുണ്ട്. അവിടെ വെച്ച് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള തർക്കങ്ങൾ. അവസാനം അത് കോടതിയിൽ പോയി. കോടതിയിൽ നിന്ന് കോർപ്പറേഷനെ ഇടപെട്ടു. കോർപ്പറേഷൻ സെക്രട്ടറി ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അവസാനം വീണ്ടും അത് പ്രശ്നമായി. കളക്ടർ അത് ഇടപെട്ടു. കളക്ടർ ഇടപെട്ടത് കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോയി. ഇലക്ഷൻ കമ്മീഷണർ ഷാജഹാൻ അത് കൊടുക്കാൻ തീരുമാനിച്ചു. അവസാനം ഇപ്പോൾ വൈഷ്ണയ്ക്ക് വോട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് മത്സരിക്കാം. ഇനി ആ തെരഞ്ഞെടുപ്പ് എങ്ങനെ വരും, ആ വാർഡിന് എങ്ങനെ വരും, ഇതെല്ലാം കാരണം കോടിക്കണക്കിന് രൂപ കൊടുത്താൽ കിട്ടാത്ത പബ്ലിസിറ്റിയാണ് ഈ വൈഷ്ണയ്ക്ക് കിട്ടിയത് എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി വരെ നേരിട്ട് വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ വലിയ ഒരു ഹൈപ്പ് ആ പെൺകുട്ടിക്ക്, ആ വനിതയ്ക്ക് അവരുടെ പാർട്ടിയിൽ കിട്ടിയിട്ടുണ്ട്, പൊതുസമൂഹത്തിൽ കിട്ടിയിട്ടുണ്ട്. അത് ജയിച്ചു വരാൻ സഹായകമാകുമോ എന്നുള്ളത് മുട്ടടയിൽ അറിയേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ തിരുമല അനിൽ എന്ന് പറയുന്നൊരു BJPയുടെ കൗൺസിലർ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ആത്മഹത്യ ചെയ്തു. അപ്പോൾ തിരുമല വാർഡ് എങ്ങോട്ട് പോകുമെന്നറിയില്ല. പൂജപ്പുര എന്ന് പറയുന്നത് VV രാജേഷ് എന്ന് പറയുന്നത് ആളായിരുന്നു അവിടെ BJPയുടെ, അതിപ്പോൾ വനിതാ വാർഡായി. അതെങ്ങോട്ട് മറിയുമെന്നറിയില്ല. അങ്ങനെ ഓരോ വാർഡുകൾ എടുത്താൽ, വനിതാ വാർഡുകൾ പുരുഷ വാർഡായിരുന്നത് വനിതാ വാർഡാകുമ്പോൾ അത് മറിയുമോ, തിരിച്ചു മറിയുമോ, ഇങ്ങനെയൊക്കെയുള്ള
ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതിനിടയിൽ ശബരിനാഥ് മത്സരിക്കുന്നുണ്ട്. മുൻ MLA ആണ് കവടിയാർ വാർഡിൽ. ശബരിനാഥ് ജയിക്കുമോ? കാരണം അവിടെ ഓപ്പോസിറ്റ് മത്സരിക്കുന്ന രണ്ടുപേരും ശക്തരാണ്. ഒരു CPM-ന് വേണ്ടി ഒരു സുനിൽകുമാർ, ഇടതുപക്ഷത്തിന് വേണ്ടി, പിന്നെ BJP-ക്ക് വേണ്ടി മോഹൻ എന്ന ശാസ്തമംഗലം മോഹൻ നായർ, അതേ ശാസ്തമംഗലത്തിലെ വാർഡിലെ കൗൺസിലർ ആയിരുന്നു. അങ്ങനെ നായർ കമ്മ്യൂണിറ്റിക്ക് വലിയ സാധ്യതയുള്ള പ്രദേശമാണ് കവടിയാർ. പിന്നെ അതുപോലെ ഒരു എലൈറ്റ് ഗ്രൂപ്പൊക്കെ ഒരുപാട് താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ വളരെ വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് തിരുവനന്തപുരത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 40, 30, 30 40, 32, 28 അല്ലെങ്കിൽ 40 ഏതായാലും ഒരു BJP-ക്ക് ഒറ്റക്കക്ഷിയായി വരാനും മറ്റ് രണ്ടുപേരും മാറി തിരിഞ്ഞു വരാനുള്ള സാധ്യതയും കാണാതിരുന്നുകൂടാ. അങ്ങനെ വരുമെന്നല്ല നമ്മൾ പറയുന്ന, ആ ഒരു സാധ്യതയും ഉണ്ട് തിരുവനന്തപുരത്ത്. അങ്ങനെയാണെങ്കിൽ ഒറ്റക്കക്ഷിയായാൽ പോലും BJP-ക്ക് ഭരിക്കാൻ കഴിയുമോ? അതിന് പകരം CPM ഭരിക്കുകയും കോൺഗ്രസ് പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമോ? അതോ കോൺഗ്രസ് ഭരിക്കുകയും CPM പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുമോ? എന്തായാലും BJP-യും കോൺഗ്രസുമായ ഒരു അലയൻസ് വരാൻ സാധ്യതയില്ല. BJP-യും CPM-ഉമായിട്ടും ഒരു അലയൻസ് തിരുവനന്തപുരം കോർപ്പറേഷൻ വരാൻ സാധ്യതയില്ല. വല്ല പഞ്ചായത്തിലൊക്കെ ആണെങ്കിൽ, ചിലപ്പോൾ ഉൾഗ്രാമത്തിലെ പഞ്ചായത്തിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പലതും ഇങ്ങനെ നടന്നിട്ടുണ്ട്. പുറത്തൊക്കെ നിന്ന് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ മീറ്റിങ്ങിലൊക്കെ പോകാതെയൊക്കെ പലതും നടന്നിട്ടുണ്ട്. പക്ഷേ കോർപ്പറേഷനിൽ അതിനുള്ള സാധ്യതയില്ല. തലസ്ഥാന നഗരത്തെ കോർപ്പറേഷനാണ്. ക്ലിയർ കട്ട് മെജോറിറ്റി ആർക്കെങ്കിലും കിട്ടിയാൽ അവർ ഭരിക്കും. അല്ലെങ്കിൽ കോൺഗ്രസും CPM-ഉമായിട്ടായിരിക്കും ധാരണ വരുന്നത്. മറ്റൊരു ധാരണയ്ക്കും തിരുവനന്തപുരത്ത് സാധ്യതയില്ല. അപ്പോൾ എന്തായാലും തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ ഭരണം വളരെ രസകരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഡിസംബർ 14-ന് നമുക്കറിയാൻ പറ്റും ആരാണ് ഭരണത്തിൽ വരികയെന്ന്. മേയർ ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചും ഇപ്പോൾ തർക്കമല്ല, അഭിപ്രായ വ്യത്യാസമുണ്ട്. BJP-യിലാണ് വരുന്നതെങ്കിൽ ശ്രീലേഖ IPS ആയിരിക്കുമോ, VV രാജേഷ് ആയിരിക്കുമോ? അവരാണ് രണ്ട് ടോപ്പ് നേതാക്കൾ. കാരണം ശ്രീലേഖ IPS കാരി എന്നുള്ള നിലയിലും, അതുപോലെ അല്ലെങ്കിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ് അവർ. അതുപോലെ തന്നെ BJP-യിൽ പാർട്ടിയിലെടുത്താലും അവരും ഇപ്പോൾ സീനിയർ നേതാവാണ്, സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അതേസമയം VV രാജേഷ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ ഹൈറാർക്കി വെച്ച് നോക്കിയാൽ രാജേഷാണ് താഴെ, പക്ഷേ ജില്ലാ സെക്രട്ടറിക്ക് ആയിരുന്ന ആളാണ്. നേരത്തെ ഒരിക്കൽ കൗൺസിലർ ആയിരുന്ന ആളാണ്. അപ്പോൾ VV രാജേഷ് വരും. ഇപ്പുറത്താണെങ്കിൽ പിന്നെ 3-4 പേരുകൾ, ദീപകിൻ്റെയും പേട്ടയിൽ മത്സരിക്കുന്ന ദീപകിൻ്റെയും വഞ്ചിയൂർ ബാബു എന്ന് പറയുന്ന വഞ്ചിയൂർ ബാബുവിൻ്റെയും, അതുപോലെ തന്നെ മറ്റ് ഒരു വിളപ്പിൽ മത്സരിക്കുന്ന ഏരിയ സെക്രട്ടറിയുടെ, അങ്ങനെ പലരുടെ പേരുകൾ കേൾക്കുന്നു. കോൺഗ്രസിലാണെങ്കിൽ ഒരേ ഒരു പേരെ കേൾക്കാനുള്ളൂ. ശബരിനാഥ് ജയിക്കുകയും കോൺഗ്രസ് അധികാരത്തിൽ വരികയും ചെയ്താൽ ശബരിനാഥ് മാത്രമായിരിക്കും മേയർ. ഇനി ശബരിനാഥ് തോറ്റുപോവുകയും കോൺഗ്രസ് അധികാരത്തിൽ വരികയും ചെയ്താൽ മാത്രമേ പിന്നെ ജോൺസൺ എന്ന് പറയുന്ന വളരെ സീനിയറായിട്ടുള്ള കഴിഞ്ഞ എത്രയോ വർഷങ്ങളെ 4-5 മത്സരിക്കുക, ഇപ്പോൾ കഴക്കൂട്ടത്താന്ന് തോന്നുന്നു, കഴക്കൂട്ടം ആ ഭാഗത്ത് മറ്റേ മാറി മത്സരിക്കുന്ന, അതായാലും ഇവിടെ അല്ല, നമ്മുടെ മണ്ണന്തലയിലല്ല, അത് വനിതാ വാർഡായാലും മാറി മത്സരിക്കുന്ന ജോൺസൺ ആകുമോ? അതോ ഇനി മേരി ജോർജ് എന്ന് പറയുന്ന, അത് ജോൺസൺ തോറ്റുപോയാൽ മേരി പുഷ്പം എന്ന് പറയുന്നവരുണ്ട്, ഒത്തിരി ആളുകളുണ്ട് കോൺഗ്രസിൽ. അങ്ങനെ അവരാകുമോ എന്നുള്ള ചോദ്യമുണ്ട്. എന്തായാലും ഒരു തൂക്ക് സഭ അല്ലെങ്കിൽ ഒരു തൂക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ തൂക്ക് കോർപ്പറേഷൻ വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല.